19-ാം ദിവസം നിരണത്ത് ജീവന്റെ അടയാളമായ വിശുദ്ധ കുരിശ് തോമാശ്ലീഹ സ്ഥാപിക്കുന്നു. കൊല്ലത്തു നിന്നും നിരണത്തേക്കാണ് തോമാശ്ലീഹ പോയത്. നിരണത്ത് ധാരാളം ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. തൃക്പാലേശ്വരം എന്ന സ്ഥലത്ത് ഒരമ്പലവും ഉണ്ടായിരുന്നു. ഈ ബ്രാഹ്മണന്മാരിൽ പലരും ശ്ലീഹായിൽ നിന്നും മാമോദീസ സ്വീകരിച്ചു. ഒട്ടേറെ നായന്മാരും സ്നാനം സ്വീകരിച്ച് ക്രൈസ്തവരായി. നിരണത്ത് കുരിശ് സ്ഥാപിച്ചതിനു ശേഷം ശ്ലീഹ നിലയ്ക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ സമയം ശത്രുക്കളിൽ ആരോ ആ കുരിശ് പിഴുതെടുത്ത് പുഴയിൽ എറിഞ്ഞു കളഞ്ഞു. വിവരമറിഞ്ഞ ശ്ലീഹ നിരണത്ത് തിരികെ വരികയും കുരിശ് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇത്തവണ പുഴയുടെ മറുകരയിലാണ് കുരിശ് സ്ഥാപിച്ചത്. ആരാധനയ്ക്കായി ഒരു ആലയവും അവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്രകാരം 2 തവണകളായി ഏകദേശം 1400 പേരെയാണ് നിരണത്ത് തോമാശ്ലീഹ മാമോദീസ മുക്കിയത്. അവിടുത്തെ ഗ്രാമമുഖ്യനായിരുന്ന തോമസ് എന്നയാളെ സഭയുടെ നേതാവായി നിയമിക്കുകയും ചെയ്തു. വിചിന്തനം. തോമാശ്ലീഹായുടെ അചഞ്ചലമായ വിശ്വാസവും പ്രേക്ഷിത തീക്ഷ്ണതയും എന്നും നമുക്ക് മാതൃകയായിരിക്കണം. തൻ്റെ പ്രേക്ഷിത പ്രവർത്തന മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുവാൻ യാതൊന്നിനും സാധിക്കുമായിരുന്നില്ല. കൊല്ലത്ത് നിന്നും നിരണത്തേക്കും അവിടെ നിന്നും നിലയ്ക്കലേക്കും തിരിച്ച് നിരണത്തേക്കുമുള്ള യാത്ര ദുർഘടമായിരുന്നു. എങ്കിലും ഗുരുവിനോടുള്ള സ്നേഹം മൂലം അദ്ദേഹം എല്ലാം അനായാസമായി നേരിട്ടു. തുറന്ന മനസ്സോടെ സ്വീകരിച്ചു. ശത്രുക്കൾ കുരിശ് പിഴുതെറിഞ്ഞപ്പോഴും ചഞ്ചലനാകാതെ ആരെയും പഴിക്കാതെ കർത്താവിൽ വിശ്വാസമുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ കുരിശ് പുനഃപ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. നിരണത്ത് തോമാശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സജീവ സ്മരണ നിലനിർത്തിക്കൊണ്ട് നിരവധി സ്മാരകങ്ങൾ നിലകൊള്ളുന്നുണ്ട്. നിരണം വലിയ പള്ളി, നിരണം മാർത്തോമ യെറൂസലേം പള്ളി, നിരണം സെയിൻറ് തോമസ് പള്ളി, തോമാത്ത് കടവ് എന്നിവ തോമാശ്ലീഹായുടെ നിരണത്തെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്നു. ക്രൈസ്തവ വിശ്വാസവും അതിൻ്റെ ആരംഭം മുതലുള്ള പാരമ്പര്യങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച നിരണത്തെ ക്രൈസ്തവരോട് നാം നന്ദിയുള്ളവരായിരിക്കണം. അവരുടെ വിശ്വാസ തീക്ഷ്ണതയും അതിനായി അവർ ചെയ്ത മഹത്തായ ത്യാഗങ്ങളും നമുക്ക് എന്നും മാതൃകയായിരിക്കട്ടെ. മാർത്തോമാശ്ലീഹായുടെ പൈതൃകം സ്വീകരിച്ച് പല സഭകളായി ഭിന്നിച്ചു നിൽക്കുന്ന നിരണത്തെയും സമീപ പ്രദേശങ്ങളിലെയും ക്രൈസ്തവർ ഈശോയോടുള്ള സ്നേഹത്തിൽ ഒന്നായി തീരുവാനും ഒരേ മനസ്സോടെ തോമാശ്ലീഹായോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൃപ്പാദം വണങ്ങുന്നു.